ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടാണ് അച്ചാറിടുന്നത്. ഒരു മൂത്ത മാങ്ങയാണ്, കുറച്ച് മധുരമൊക്കെ ആയിട്ട്. വണ്ടമാങ്ങ അല്ല, ഇവിടെ പള്ളൂർ മാങ്ങ എന്ന് പറയും, ആ മാങ്ങ ആയിട്ടാണ്. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറാണ്. മാങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത്. മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം നനവൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെയാണ്. അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചതച്ചിട്ടല്ല, കഷ്ണാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് ഇടുന്നത്. അച്ചാർ വെളിച്ചെണ്ണയിൽ ഇടുന്നവരുണ്ട്, ഞാൻ അതിൽ നല്ലെണ്ണയിൽ ഇടുക. അപ്പോഴാണ് കറക്റ്റ് ഫ്ലേവർ കിട്ടുക. പിന്നെ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കായം, ഉലുവ ഒന്ന് പൊടിച്ചെടുക്കാം, വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി, പക്ഷേ കട്ട കായത്തിനൊന്നുകൂടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉണ്ട വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കാണിച്ചല്ലോ. പിന്നെ 2-3 പച്ചമുളക്, 3-4 പച്ചമുളക്. നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കുറച്ചുകൂടെ കൂടുതലെടുക്കാം, കാരണം വെളുത്തുള്ളി ടേസ്റ്റാണല്ലോ അച്ചാറിൽ. നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ ചൂടാക്കി വെച്ചിട്ടുള്ള ഉലുവയും കായം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഇടികല്ല് വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. ഈ സമയത്ത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉരിഞ്ഞിട്ടൊന്ന് വരണം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ 2 ടീസ്പൂൺ, ടേബിൾ സ്പൂണാണ്. ഇനി ഒരു വലിയ ടീസ്പൂൺ തന്നെ സാദാ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടി ഇട്ടാൽ തീയൊന്ന് ഓഫാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് ഒക്കെ, ഒരു 1/4 കപ്പ് അടുത്ത് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിച്ച് വെച്ച കായ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അധികം വേവിക്കണ്ട. നിങ്ങൾക്ക് നല്ല വെന്ത് കുഴഞ്ഞ അച്ചാറാണ് ഇഷ്ടമെങ്കിൽ വേവിക്കാം. അല്ലെങ്കിൽ മാങ്ങ ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫാക്കാം. അല്ലെങ്കിൽ മാങ്ങ നന്നായി വെന്ത് കുഴഞ്ഞു പോകും. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വിനാഗിരിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. നന്നായിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊരു മധുരമുള്ള മാങ്ങയാണ് ഞാൻ അച്ചാറിടുന്നത്. ഇനി കുറച്ചുകൂടെ മധുരം ഒന്നാവാൻ വേണ്ടിയിട്ട് ഒരു 2-4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ കയ്യിലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ശർക്കര എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴമൊക്കെ ഇട്ട് ഒരുപാട് മധുരം കൂടും. ഞാൻ അത്ര മധുരം വേണ്ടെന്നുള്ളതുകൊണ്ട് കുറച്ചൊരു 3-4 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാങ്ങ നന്നായിട്ട് വെന്ത് കുഴയും. അപ്പോൾ മാങ്ങ കടിക്കാൻ ഇഷ്ടമുള്ള ഒരു ആൾക്കാരാണ് നിങ്ങളെങ്കിൽ മാങ്ങ ഇട്ടപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിനി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം പോലെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം, സുർക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മാങ്ങ അരിയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടാവുന്ന സീസണാണല്ലോ. അപ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അച്ചാറോടെ ഞാനൊരു ചില്ലിൻ്റെ ഒരു ഭരണിയിലാക്കിയിട്ടുണ്ട്. 2 ബോട്ടിലാണ് ഈ ഒരു 3 മാങ്ങ വെച്ചിട്ട് ഞാൻ അച്ചാർ ഇട്ടിട്ടുള്ളത്. 2 ബോട്ടിൽ അച്ചാറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാങ്ങച്ചാറൊക്കെ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ, മാങ്ങയൊക്കെ ഒന്ന് അച്ചാറിടാം. മാങ്ങയിലല്ലാതെ ടൈപ്പിൽ തന്നെയാണ് ഞാൻ അച്ചാറിടുന്നത്. നല്ലെണ്ണയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.